ഹലോ, സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞത് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, പീരീഡ് ഇതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിലൊന്നും ഡൗട്ടില്ല എന്ന് വിചാരിക്കണം. കമൻറ്റ് ബോക്സിൽ ഡൗട്ടായിട്ടൊന്നും കണ്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. തന്നിരിക്കുന്ന ചിത്രത്തിലെ ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ പറയുന്നതാണ് സിമ്പിൾ പെൻഡുലം എന്ന്. അപ്പോൾ നമുക്ക് സിമ്പിൾ പെൻഡുലം എന്താണെന്ന് നോക്കാം. Tie a bob to a string and hang it on a stand. This system is called a simple pendulum. Complete the table 1.1 by doing an experiment using a simple pendulum, meter, scale and a stopwatch. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ പേരാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്? ഒരു നൂലിൽ, ഒരു സ്ട്രിങ്ങിൽ കെട്ടിയിട്ടുള്ള ഒരു ബോബ്, താഴെ കാണുന്ന ആ ഒരു ഉണ്ട സാധനം കേട്ടോ, അതിനാണ് ബോബ് എന്ന് പറയുന്നത്. അതിനെ ഒരു സ്റ്റാൻഡിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഈ ഒരു സംവിധാനത്തെ പറയുന്നതാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ സിമ്പിൾ പെൻഡുലവും അതുപോലെ തന്നെ ഒരു മീറ്റർ സ്കെയിലും സ്റ്റോപ്പ് വാച്ചും ഉപയോഗിച്ചിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടുന്ന റീഡിങ് തന്നിരിക്കുന്ന ടേബിളിൽ ഫില്ല് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. തന്നിരിക്കുന്ന ടേബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് കോളത്തിൽ പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്ന് പറഞ്ഞിട്ടുള്ളത്. ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്നോട് ഉദ്ദേശിക്കുന്നത് ആ ബോബിൽ കെട്ടിയിട്ടുള്ള ആ ചരടിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് ആ ബോബിൻ്റെ സെൻറ്റർ വരെയുള്ള നീളമാണ് ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. അത് ആദ്യം 25 സെൻറ്റിമീറ്റർ എടുക്കുക, അതിനുശേഷം 60, 100 ഇത്ര സെൻറ്റിമീറ്ററിൽ എടുത്തിട്ട് ഓരോ പ്രാവശ്യവും എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എക്സ്പെരിമെൻറ്റ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. സിമ്പിൾ പെൻഡുലത്തിലെ ബോബിനെ ഒരൊറ്റ പ്രാവശ്യം ആട്ടിവിടുക. ആ ആട്ടിവിടുന്ന സമയത്ത് സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കുക. അതിനുശേഷം 10 ഓസിലേഷൻ കഴിയുമ്പോൾ സ്റ്റോപ്പ് വാച്ച് ഓഫ് ചെയ്യുക. എത്ര ടൈം എടുത്തോ ആ ടൈം സെക്കൻഡ് കോളത്തിൽ എഴുതുക. തന്നിരിക്കുന്ന സ്ട്രിങ്ങിൻ്റെ നീളം ഇൻക്രീസ് ചെയ്യിപ്പിച്ചിട്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാം. കിട്ടുന്ന വാല്യൂസ് സെക്കൻഡ് കോളത്തിൽ എഴുതുക. ഇങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു 10 ഓസിലേഷൻ കഴിയുമ്പോൾ കിട്ടുന്ന സമയം ഒരു 15 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത് പീരീഡാണ് അല്ലേ. തേർഡ് കോളത്തിൽ പീരീഡ് കണ്ടുപിടിക്കണം. പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടൈം 15 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നതോ 10 ആണ്. 15/10 എന്ന് പറയുമ്പോൾ 1.5. ഇനി നാലാമത്തെ കോളത്തിൽ നമുക്ക് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടൈം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്പർ ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് 10 ആണ് അല്ലേ. അതേ ബൈ ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ 10/15 എന്ന് പറയുമ്പോൾ എന്ത് വരും? 0.66. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് 60 സെൻറ്റിമീറ്റർ എടുത്താണ്. അപ്പോഴെടുത്ത ടൈം ഒരു 18 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കോളത്തിലേക്ക് പീരീഡ് കണ്ടുപിടിക്കാൻ 18/10 വരുമ്പോൾ 1.8. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 10/18 = 0.55 വരും. ഇനി അടുത്തത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് 100ഉം അതുപോലെ തന്നെ അതിനടുത്ത ടൈം എന്ന് പറയുന്നത് 22 ആണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കോളത്തിൽ പീരീഡ് T = എന്ത് വരും? 22/10 = 2.2 വരും. ഇനി നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. 10/22 = 0.45. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ഈ ടേബിളുമായി ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് ചെയ്യാം. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി വെൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ ഫ്രീക്വൻസിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന്. ഇൻക്രീസ് ചെയ്യുകയാണോ ഡിക്രീസ് ചെയ്യുകയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. നമുക്കിവിടെ നോക്കാം. 25 സെൻറ്റിമീറ്റർ ആയിരുന്നപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0.66 ആയിരുന്നു അല്ലേ. 100 വന്നപ്പോൾ എന്തായി വന്നു? 0.45 ആയി അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്താ അടയാളപ്പെടുത്താം? ഡിക്രീസ് എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്താം അല്ലേ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് വെൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ് ഫ്രീക്വൻസി ഡിക്രീസസ്. അതായത് പെൻഡുലത്തിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയാം. ഇനി അടുത്തത് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി? പീരീഡും ഫ്രീക്വൻസിയും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഈ മൂന്നാമത്തെയും നാലാമത്തെയും ആ ഒരു കോളം ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. പീരീഡിൻ്റെ ഇക്വേഷൻ നോക്കി നോക്കിയേ. ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ ആണ് അല്ലേ. ഫ്രീക്വൻസി എന്ന് പറയുന്നതോ നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം ആണ് അല്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പീരീഡിൻ്റെ ഇക്വേഷനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ആയല്ലോ. അങ്ങനെ പറയാം അല്ലേ നമുക്ക്. ദ ടൈം റിക്വയർഡ് ഫോർ 1 ഓസിലേഷൻ ഇസ് ഈക്വൽ ടു T. അതായത് ഒരു ഓസിലേഷന് വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? T എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ് ആണ് F എന്ന് പറയുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നതും അല്ലേ.
ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഫ്രീക്വൻസിയും പീരീഡും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. അപ്പോൾ നമുക്കിവിടെ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/പീരീഡ് എന്ന് പറഞ്ഞ് കൊടുക്കാം. അതായത് 1/t ആണ് എന്ത് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ആസ് ദ പീരീഡ് ഇൻക്രീസസ് ഫ്രീക്വൻസി ഡിക്രീസസ്. പീരീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ട്യൂണിംഗ് ഫോർക്കിനെ പറ്റിയാണ്. അതായത് സൗണ്ടിൻ്റെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ട്യൂണിംഗ് ഫോർക്കാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. നിങ്ങൾ ട്യൂണിംഗ് ഫോർക്കൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ട്യൂണിംഗ് ഫോർക്കിൻ്റെ പിക്ചറുകളൂടെ തരാം. ഒബ്സർവ് വേരിയസ് ട്യൂണിംഗ് ഫോർക്സ് ആൻഡ് നോട്ട് ഡൗൺ ദ മാർക്കിംഗ് ഓൺ ഈച്ച് ഓഫ് ദം വിത്ത് ദർ യൂണിറ്റ്സ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിവിധ ട്യൂണിംഗ് ഫോർക്കുകളൊക്കെ നിരീക്ഷിച്ചിട്ട് അവയിൽ ഓരോന്നിലും രേഖപ്പെടുത്തിയിട്ടുള്ള അളവുകൾ യൂണിറ്റ് സഹിതം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ട്യൂണിംഗ് ഫോർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി 256 ഹെർട്സ് എന്ന് പറയുന്ന ട്യൂണിംഗ് ഫോർക്കിൻ്റെ അളവ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. 288, അതുപോലെ തന്നെ 320, 341, 384, 426, 512 ഹെർട്സ്. ഇതൊക്കെയാണ് വിവിധ തരത്തിലുള്ള ട്യൂണിംഗ് ഫോർക്കുകൾ. Is there any relation between the marking on the tuning fork and its number of vibrations? ട്യൂണിംഗ് ഫോർക്കിലെ മാർക്കിങ്ങും അതിൻ്റെ നമ്പർ ഓഫ് വൈബ്രേഷൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ദ മാർക്കിംഗ് ഓൺ എ ട്യൂണിംഗ് ഫോർക്ക് ഇൻഡിക്കേറ്റ്സ് ദ ഫ്രീക്വൻസി ഓഫ് ദ ട്യൂണിംഗ് ഫോർക്ക്. ട്യൂണിംഗ് ഫോർക്കിലെ ആ മാർക്കിങ് ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസിയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു 256 ഹെർട്സ്, 512 ഹെർട്സ് എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത്, ട്യൂണിംഗ് ഫോർക്ക് അത്രയും പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് എക്സൈറ്റിംഗ് ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ഇൻ എ സിമിലർ മാനർ ആൻഡ് ലിസൺ ടു ദ സൗണ്ട്. ഇനിവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ, ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള ട്യൂണിംഗ് ഫോർക്കുകളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട്, അതായത് ഒരു റബ്ബറിൻ്റെ ഹാമർ വെച്ചിട്ട് അതിലൊന്ന് തട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിൽ നിന്ന് ശബ്ദം കേൾക്കാൻ തുടങ്ങും. അപ്പോൾ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള ട്യൂണിംഗ് ഫോർക്കുകൾ എടുത്തിട്ട് ഇതേപോലെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദം ഒന്ന് കേട്ട് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കതിൽ നിന്ന് മനസ്സിലാവും ഡു യു ഫീൽ എനി ഡിഫറൻസ്, അതിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് മനസ്സിലാവും. അതായത് ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ട് അതിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദത്തിനും വ്യത്യാസമുണ്ടാകും, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. Is in the difference in frequency the reason for the difference in sound here. അപ്പോൾ പല ഫ്രീക്വൻസിയിലുള്ള ട്യൂണിംഗ് ഫോർക്കിൽ നിന്നും ശബ്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ഫ്രീക്വൻസിയിലുള്ള വ്യത്യാസം. ഫ്രീക്വൻസിയിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് അതിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദത്തിനും വ്യത്യാസമുണ്ടാകും. Find the number of times each tuning fork vibrates independently in 1 second using the ICT facility. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓരോ ട്യൂണിംഗ് ഫോർക്കും ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡിൽ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഫ്രീക്വൻസിയുടെ അനുസരിച്ചായിരിക്കും അത് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 512 ഹെർട്സ് ആണ് അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഉണ്ടാകുന്ന വൈബ്രേഷൻ്റെ എണ്ണം എന്ന് പറയുന്നത് 512 ആയിരിക്കും. ഈ വൈബ്രേഷൻ ഒരു സെക്കൻഡിലുള്ള വൈബ്രേഷൻ്റെ എണ്ണമാണല്ലോ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയായിരിക്കും അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ അല്ലേ. When an object vibrates freely, it vibrates in its innate frequency. This is the natural frequency of that object. അതായത് ഒരു വസ്തുവിനെ ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ സ്വന്തം ഫ്രീക്വൻസിയിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ഡെസ്കിന്മേൽ തട്ടാണെന്നുണ്ടെങ്കിൽ ആ ഡെസ്ക് വൈബ്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും. അപ്പോൾ ഓരോ വസ്തുവും വൈബ്രേറ്റ് ചെയ്യുന്നത് ആ വസ്തുവിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഇനി നാച്ചുറൽ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് തന്നിട്ടുള്ളത്. ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത്, സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് അതിൻ്റെ വലുപ്പം, അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി. ലാസ്റ്റ് വൺ നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് ഒരു വസ്തുവിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ചേഞ്ച് ഇൻ എനി വൺ ഓഫ് ദീസ് ഫാക്ടേഴ്സ് വിൽ എഫക്റ്റ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ആൻ ഓബ്ജക്റ്റ്. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കണം കേട്ടോ. ഈ ഫാക്ടേഴ്സ് അടയാളപ്പെടുത്തി വെക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ ഈ വേർഡ്സും അടയാളപ്പെടുത്തി വെക്കണം കേട്ടോ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ മാറ്റം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ മാറ്റം ഉണ്ടാകും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡു ഓൾ ഓബ്ജക്ട്സ് വൈബ്രേറ്റ് ഓൺലി ഇൻ ദർ നാച്ചുറൽ ഫ്രീക്വൻസി. ഇനി എല്ലാ വസ്തുക്കളും അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ മാത്രമായിരിക്കുമോ വൈബ്രേറ്റ് ചെയ്യുന്നതെന്ന്. ഇനി അതാണ് നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. തന്നിരിക്കുന്ന ചിത്രത്തിൽ ഒരു കുട്ടി കയ്യിലൊരു ട്യൂണിംഗ് ഫോർക്ക് പിടിച്ചിട്ട് അതിൻ്റെ തണ്ട് മേശമേൽ അമർത്തി വെച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്.
ഇവിടെ ചെറിയൊരു സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അടുക്കളയിൽ മേശപ്പുറത്ത് ഒരു മിക്സി വെച്ചിട്ട് മിക്സി വർക്ക് ചെയ്യുന്ന സമയത്ത് മേശയും കൂടി വൈബ്രേറ്റ് ചെയ്യാറുണ്ടെന്ന്. അടുക്കളയുടെ ഭാഗത്തൂടെ ഒക്കെ പോകാറുള്ളവർക്ക് അത് ചിലപ്പോൾ മനസ്സിലായെന്ന് വരും. അതായത് മിക്സി വർക്ക് ചെയ്യുമ്പോൾ മേശയും കൂടി ചെറുതായിട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്യും. ഇനി ഇവിടെ പിക്ചറിൽ തന്നിരിക്കുന്ന സിറ്റുവേഷൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എക്സൈറ്റ് എ ട്യൂണിംഗ് ഫോർക്ക് ആൻഡ് ലിസൺ ടു ഇറ്റ്. ഒരു ട്യൂണിംഗ് ഫോർക്കിനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാം. അതിനുശേഷം ബാക്കിയുള്ളത് നോക്കാം. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ സൗണ്ട് ഹിയർഡ് വെൻ ദ സ്റ്റെം ഓഫ് ദ എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്ക് ഈസ് പ്രസ്ഡ് ഓൺ ദ ടേബിൾ. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ സൗണ്ട് ബീയിങ് ലൗഡർ. അപ്പോൾ നമ്മൾ ആദ്യം ട്യൂണിംഗ് ഫോർക്കിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കുക. അതിനുശേഷം ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ തണ്ട് മേശമേലൊന്ന് അമർത്തിപ്പിടിക്കുക. ആ സമയത്ത് ആദ്യം കേട്ട ശബ്ദത്തിൽ നിന്നും കുറച്ചും കൂടി ഉച്ചത്തിൽ നമുക്ക് ശബ്ദം കേൾക്കാൻ വേണ്ടി സാധിക്കും. ഇതിനെന്തായിരിക്കും കാരണം എന്ന്? ഇൻ ദിസ് കേസ് ദ സൗണ്ട് ബിക്കെയിം ലൗഡർ ബിക്കോസ് ദ ടേബിൾ ഓൾസോ വൈബ്രേറ്റഡ് എലോങ് വിത്ത് ദ ട്യൂണിംഗ് ഫോർക്ക്. അപ്പോൾ ഇതിന് കാരണം എന്താ പറഞ്ഞേക്കുന്നത്? ട്യൂണിംഗ് ഫോർക്കിനൊപ്പം മേശയും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ശബ്ദം കുറച്ചും കൂടി ഉച്ചത്തിൽ കേൾക്കാൻ സാധിച്ചത്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് ദ വൈബ്രേഷൻ ഓഫ് ആൻ ഓബ്ജക്റ്റ് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഓബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു വൈബ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ സ്കൂളാണെങ്കിലും എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെയും കൂടി അതിലേക്ക് ഉൾപ്പെടുത്തും അല്ലേ? ടീച്ചറെ നടി കിട്ടുമ്പോൾ ഒരാളും കൂടി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അല്ലേ? അപ്പോൾ ഒരാൾ പ്രേരിപ്പിക്കുകയാണ്, എടാ നീ കൂടി വാടാ. അപ്പോൾ കേൾക്കണം നിങ്ങൾ എന്തായിരിക്കും വിചാരിക്കുക? ഊഫ്, അവനോട് എന്തൊരു സ്നേഹമാണ്, അതുകൊണ്ടല്ല അവൻ എന്നെ വിളിച്ചത്. പക്ഷെ അവൻ്റെ മനസ്സിലെന്തായിരിക്കും? അങ്ങനെ നീ മാത്രം സൂചിക്കേണ്ട, നിനക്കും കൂടി കിട്ടട്ടെ ഒന്ന്, അങ്ങനെയായിരിക്കും അവൻ വിചാരിക്കണത് അല്ലേ? അപ്പോൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കണം. വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ മറ്റൊരാളെയും കൂടി വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുക, അതിനാണ് പറയുന്നത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ ആണല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. Try the activities given below using the device in which two sets of 3 identical hacksaw blades, each of length about 13 cm and 17 cm are fixed between two wooden blocks. ഇവിടെ പറഞ്ഞിട്ടുള്ളത് രണ്ട് മരക്കഷ്ണങ്ങൾക്കിടയിൽ 13 സെൻറ്റിമീറ്ററും 17 സെൻറ്റിമീറ്ററും നീളമുള്ള ഹാക്സോ ബ്ലേഡുകൾ ഒന്നിടവിട്ട് വെച്ചിട്ടുണ്ട്. എക്സൈറ്റ് ദ ഹാക്സോ ബ്ലേഡ് എ ബൈ ടാപ്പിംഗ് വിത്ത് യുവർ ഫിംഗർ. വാട്ട് ഡു യു ഒബ്സർവ്? ഇനി ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? എ എന്ന ഹാക്സോ ബ്ലേഡിനെ വിരൽ കൊണ്ട് തട്ടി ഒന്ന് എക്സൈറ്റ് ചെയ്യിപ്പിക്കുക, അതായത് ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ എന്തായിരിക്കും കാണാൻ സാധിക്കുന്നത്? ഓൾ ബ്ലേഡ്സ് വൈബ്രേറ്റ് അല്ലെങ്കിൽ ഓൺലി എ വൈബ്രേറ്റ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞേക്കണത്? എല്ലാ ബ്ലേഡുകളും വൈബ്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ എ മാത്രം വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? എല്ലാ ബ്ലേഡുകളും വൈബ്രേറ്റ് ചെയ്യും അല്ലേ? എനെ തട്ടിക്കാണ്ടിട്ടുണ്ടെങ്കിൽ എ മാത്രമല്ല വൈബ്രേറ്റ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള എല്ലാ ഹാക്സോ ബ്ലേഡുകളും വൈബ്രേറ്റ് ചെയ്യും. ആർ ഓൾ ദ ബ്ലേഡ്സ് വൈബ്രേറ്റിംഗ് വിത്ത് ദ സെയിം ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ ബ്ലേഡുകളും വൈബ്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലേഡുകളെല്ലാം ഒരേ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കുമോ വൈബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആയിരിക്കുമോ? അല്ലല്ലോ. വിച്ച് ഓഫ് ദം വൈബ്രേറ്റ്സ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ബ്ലേഡുകളിൽ ഏതൊക്കെയാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുകയെന്ന്? ഏതൊക്കെയായിരിക്കാം? സിയും ഇയും ആയിരിക്കും വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുന്നത് അല്ലേ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ. ആഫ്റ്റർ ഓൾ ദ ബ്ലേഡ്സ് ഹാവ് സ്റ്റോപ്ഡ് വൈബ്രേറ്റിംഗ് എക്സൈറ്റ് ബി ആൻഡ് റെക്കോർഡ് ദ ഒബ്സർവേഷൻസ് ഇൻ സയൻസ് ഡയറി. ഇനി എല്ലാ ബ്ലേഡുകളും വൈബ്രേഷൻ നിർത്തിയതിന് ശേഷം ബി എന്ന് പറയുന്ന ഹാക്സോ ബ്ലേഡ് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാൻ. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഡിയും എഫും മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. When blade A vibrates, why would the hacksaw blade C and E vibrate with maximum amplitude? അതായത് എ എന്ന് പറയുന്ന ഹാക്സോ ബ്ലേഡിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ സിയും ഇ എന്ന് പറയുന്ന ബ്ലേഡുകൾ കൂടുതൽ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ആൻസറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. Since the natural frequency of C and E are equal to the natural frequency of A, they vibrate with maximum amplitude. അതായത് സി ഇ ഇവയുടെ നാച്ചുറൽ ഫ്രീക്വൻസി എയുടെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് തുല്യമായതുകൊണ്ടാണ് അവ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്തതെന്നും. അപ്പോൾ നമുക്കിവിടെ നോക്കാം, റെസൊണൻസിൻ്റെ കാര്യങ്ങളോട് പറയുന്നത് നമുക്കത് നോക്കാം. ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിങ് ഓബ്ജക്റ്റ് ആൻഡ് ദാറ്റ് ഓഫ് ദ ഫോഴ്സ്ഡ് ഓബ്ജക്റ്റ് ആർ ഈക്വൽ, ദ ഒബ്ജക്ട്സ് ആർ സെഡ് ടു ബി ഇൻ റെസൊണൻസ്. അപ്പോൾ റെസൊണൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷന് വിധേയമാകുന്ന ഒരു വസ്തുവിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും അത് ഏതൊരു വസ്തുവിനെയാണോ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നത് ആ വസ്തുവിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും തുല്യമാകുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പറയാം എന്താ? റെസൊണൻസ് എന്ന് പറയാം.
ദ ഒബ്ജക്ട്സ് അണ്ടർഗോയിങ് റെസൊണൻസ് വിൽ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഇനി ഏതൊരു വസ്തുവാണോ ഈ റെസൊണൻസിന് വിധേയമാകുന്നത് ആ ഒരു വസ്തു പരമാവധി ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. ഇവിടെ അപ്പോൾ റെസൊണൻസ് എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസും തമ്മിൽ മാറിപ്പോവരുത്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിന് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുക, അതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് വസ്തുക്കളുടെയും നാച്ചുറൽ ഫ്രീക്വൻസികൾ തുല്യമാകുമ്പോഴാണ് അവ തമ്മിൽ റെസൊണൻസിലാണെന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു വസ്തുവാണോ ഈ ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷന് വിധേയമാകുന്നത്, അതായത് ഒരു വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു ചലിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ വസ്തു ചലിക്കുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, അലക്കിയ തുണിയൊക്കെ ഇങ്ങനെ കയറുമേൽ ഉണക്കാൻ ഇടാറുണ്ട് അല്ലേ. അപ്പോൾ ആ കയറുമ്പോൾ തട്ടാന്നുണ്ടെങ്കിലോ ആ കയറ് കിടന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, അതിനൊപ്പം തന്നെ ആ തുണിയും കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ഫോഴ്സ്ഡ് വൈബ്രേഷന് എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. സെക്കൻഡ് പാർട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണം. ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.